ഡിസംബർ 18 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ വിനേബാൾഡ്, വിശുദ്ധ റൂഫസ്, വിശുദ്ധ സോസിമോസ്, വിശുദ്ധ അഡിയുത്തോർ, വിശുദ്ധ ക്വാർത്തൂസ്, വിശുദ്ധ വിക്തരൂസ്, വിശുദ്ധ വിക്തോറിനൂസ്, വിശുദ്ധ വിക്തോർ, വിശുദ്ധ ഔക്സെൻസിയൂസ്, വിശുദ്ധ ബോഡാജിസിൽ, വിശുദ്ധ ഡെസിറിദെരാത്തൂസ്, വിശുദ്ധ ഫ്ലാനാൻ. ഇന്നേ ദിവസം നമുക്ക് 3 വിശുദ്ധരെ കുറിച്ച് പഠിക്കാം. വിശുദ്ധ റൂഫസും സോസിമോസും. 107 കാലഘട്ടത്തിലാണ് വിശുദ്ധ റൂഫസും സോസിമോസും ജീവിച്ചിരുന്നത്. AD 107 ട്രാജൻ ചക്രവർത്തിയുടെ കീഴിൽ രക്തസാക്ഷിത്വം വഹിച്ചവരാണ് റൂഫസും സോസിമോസും. വിശുദ്ധ പോളികാർപ്പ് അവരെപ്പറ്റി ഇങ്ങനെ പറയുന്നു: അവർ രഥ അല്ല, വിശ്വാസത്തോടും നീതിയോടും കൂടിയാണ് ഓടിയത്. കർത്താവിൽ നിന്ന് ലഭിക്കേണ്ട സമ്മാനം വാങ്ങാൻ അവർ പോയി. അവിടുത്തോടു കൂടി അവർ സഹിച്ചു. അവർ ഈ ലോകത്തിന്റെ ആർഭാടങ്ങളെയല്ല, നമുക്ക് വേണ്ടി മരിക്കുകയും ദൈവം ഉയർപ്പിക്കുകയും ചെയ്തവനെയാണ് സ്നേഹിച്ചത്. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പോളികാർപ്പ് ആ നാട്ടുകാരോട് ചോദിക്കുന്നു: ഇഗ്നേഷ്യസും സോസിമോസും റൂഫസും ക്ഷമയോടെ സഹിച്ച് മരിച്ചത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? ഫിലിപ്പിയിൽ നിന്നുള്ള ഈ 2 രക്തസാക്ഷികളെ അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസിന്റെ കൂടെ റോമായിലേക്ക് കൊണ്ടുവരികയും ഇഗ്നേഷ്യസിനെ സിംഹത്തിന് ഇട്ടുകൊടുക്കുന്നതിന് 2 ദിവസം മുൻപ് ഇവരെ മല്ലരംഗത്ത് വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകപ്പെടുകയുമാണ് ചെയ്തത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുവാൻ ക്ഷണിക്കപ്പെട്ടതുകൊണ്ട് റൂഫസും സോസിമോസും ആനന്ദം കൊണ്ടു. ഈ രക്തസാക്ഷികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യം എന്ന് നമുക്ക് ധ്യാനിക്കാം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം ആഹ്ലാദിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഈ ലോക ജീവിതത്തിൽ സ്വന്തം ജീവൻ ക്രിസ്തുവിന് വേണ്ടി വെടിഞ്ഞ റൂഫസും സോസിമോസും അനേകർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഇന്നും ലോകമെങ്ങും എല്ലാവരുടെയും ഹൃദയത്തിൽ ജീവിക്കുന്നു. 3-ാമത്തെ വിശുദ്ധനാണ് വിശുദ്ധ വിനേബാൾഡ്. 761 കാലഘട്ടത്തിലാണ് വിശുദ്ധ വിനേബാൾഡ് ജീവിച്ചിരുന്നത്. വിശുദ്ധ വില്ലിബോൾഡിന്റെയും വിശുദ്ധ വാൾബുർഗായുടെയും സഹോദരനാണ് ഇംഗ്ലണ്ടിലെ വെക്സസിൽ ജനിച്ച വിശുദ്ധ വിനേബാൾഡ്. സ്വസഹോദരനോടുകൂടി അദ്ദേഹം വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്രയ്ക്കായി പുറപ്പെട്ടു. റോമായിലെത്തിയപ്പോഴേക്കും വിനേബാൾഡ് രോഗബാധിതനാകാൻ തുടങ്ങി. അദ്ദേഹം അവിടെ താമസിച്ച് 7 വർഷം പഠിച്ചു. യഥാകാലം അദ്ദേഹം ഒരു ബെനഡിക്റ്റൈൻ സന്യാസിയാവുകയും വിശുദ്ധ ബോണിഫസിന്റെ ക്ഷണപ്രകാരം ജർമ്മനിയിലേക്ക് പോകുകയും ചെയ്തു. തുരീഞ്ചയിലും ബവേറിയയിലും പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ ശേഷം അദ്ദേഹം ഹീഡൻകെയിം ആശ്രമത്തിന്റെ ആബട്ടായി. അദ്ദേഹത്തിന്റെ സഹോദരൻ ഐക്കോസ്റ്റാറ്റിലെ ബിഷപ്പ് നിർമ്മിച്ചു കൊടുത്തതാണ് ഈ ആശ്രമം. ഒപ്പം സഹോദരി വാൾബുർഗായ്ക്ക് മെത്രാൻ ഒരു മഠം പണിതു കൊടുത്തു. 2 പേരും സുവിശേഷ പ്രഘോഷണത്തിൽ വിശുദ്ധ ബോണിഫസിനെ സഹായിച്ചു. അങ്ങനെ 2 പേരും വിശുദ്ധരായി. വിശുദ്ധ അഗസ്റ്റിന്റെ വചനം നമുക്കിന്ന് വിചിന്തനം ചെയ്യാം. പരിശ്രമവും അധ്വാനവും പ്രാർത്ഥനയും യാചനയും വഴി ദൈവവരപ്രസാദത്തിൽ വളർന്ന് ദൈവത്തെ നിർമ്മല ഹൃദയത്തോടെ ദർശിക്കത്തക്ക പരിപൂർണതയിൽ എത്തിച്ചേരുകയായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. കർത്താവായ ദൈവമേ, വിശുദ്ധ വിനേബാൾഡിനെ പോലെ പരിശ്രമത്തിലൂടെയും അധ്വാനിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ദൈവഹിതം മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോക ജീവിതത്തിൽ ക്രിസ്തുവിന് അനുരൂപരാകുവാനും സാക്ഷികളായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ.